തൃശൂർ ഇരിങ്ങാലക്കുട കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിറത്തിന്റെ പേരിൽ ക്ഷേത്ര മേൽശാന്തിയെ അധിക്ഷേപിച്ചതായി പരാതി. ഭരണസമിതിയിൽ ഉൾപ്പെട്ട നായർ സമുദായാംഗങ്ങൾ പൂണൂലിട്ട പുലയൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതായി മുൻ ക്ഷേത്രം മേൽശാന്തി വി സത്യനാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇതര സമുദായത്തിൽപ്പെട്ട ഭക്തർക്ക് ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സത്യനാരായണൻ ആരോപിക്കുന്നു. ഞാൻ നമ്പൂരി ആ ബിംബത്തുമ്മലേക്ക് പൂക്കൾ അർപ്പിക്കണവനാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവന് പറ്റിയ പേര് ഞാൻ പറയാത്ത എന്റെ നാക്കൊണ്ട് പറഞ്ഞ ആ പാപം ഞാൻ ഏൽക്കണ്ടല്ലോ എന്നിച്ചിട്ട് പൂണൂലുട്ട പെലയനാണവൻ, പൂണൂലുട്ട പെലയൻ. ഇരിങ്ങാലക്കുട കാരുകുളങ്ങര ക്ഷേത്രത്തിലെ മുൻ ഭരണസമിതി അംഗത്തിന്റെ ഭാര്യയും NSS കരയോഗം അംഗവുമായ ബീന കൃഷ്ണകുമാറാണ് ക്ഷേത്ര മേൽശാന്തിയായിരുന്ന വി സത്യനാരായണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത്. എന്നാൽ ബീനയിൽ നിന്ന് മാത്രമല്ല, ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരായ NSS സമുദായാംഗങ്ങളിൽ നിന്ന് പലതവണ തനിക്ക് ഇത്തരത്തിൽ അധിക്ഷേപം നേരിട്ടതായി സത്യനാരായണൻ പറയുന്നു. ഇപ്പൊ ഈ റീസെന്റ് ഒരു 2 മാസം മുമ്പ് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏറ്റെടുത്ത ആ ഒരു സമയം തൊട്ട് തന്നെ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുന്നതാണ്. ഈ പുലയനാണോ പൂജ കഴിക്കണത്, അതേപോലെ കറുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് പുലയനാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം എനിക്കറിയില്ല. എനിക്കതിനോട് പ്രത്യേകിച്ച് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്നെ അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അമ്പലം കോവിലം വക അമ്പലമായതുകൊണ്ട് അത് അവർ തിരിച്ചെടുക്കണു. കാരണം നടത്തിപ്പിൻ്റെ എന്തോ പ്രശ്നം, അതുപോലെ പരാതികളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോവിലകം തിരിച്ചെടുക്കണു എന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ അതിൽ ഞാനും പങ്കാളിയാന്നുള്ള ധാരണയിലാണ് എന്നെയും ഇതിനകത്ത് ആ ഒരു പദമൊക്കെ ഉപയോഗിച്ച് അതുപോലെ സ്ത്രീ വിഷയങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ വ്യക്തികളൊക്കെ കൂടിയിട്ട് നമ്മൾ പറഞ്ഞുണ്ടാക്കിയത്. കൊച്ചി രാജവംശത്തിന് കീഴിലെ തൃശൂർ ചാഴൂർ കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രം. 1975 മുതൽ ക്ഷേത്ര നടത്തിപ്പിന് NSSനെ കോവിലകം ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ ചില NSS കുടുംബങ്ങൾ ചേർന്ന് ക്ഷേത്രം കയ്യേറാനുള്ള നീക്കം കോവിലകം എതിർത്തു. ഇതേ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുമൂലമാകാം തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങളെന്നും സത്യനാരായണൻ പറയുന്നു. ബ്രാഹ്മണ സമുദായത്തിലെ എംബ്രാന്തിരി വിഭാഗത്തിൽപ്പെടുന്ന തനിക്ക് നിറത്തിന്റെ പേരിലാണ് അധിക്ഷേപം നേരിടേണ്ടി വരുന്നതെങ്കിൽ ഇതര സമുദായക്കാരായ ഭക്തർക്ക് ചില NSS സമുദായങ്ങളിൽ നിന്ന് ജാതി വിവേചനവും നേരിടേണ്ടി വന്നിട്ടുള്ളതായി സത്യനാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇപ്പം നമ്മുടെ അമ്പലത്തിൽ നടന്ന ഉത്സവം, ആ ഉത്സവത്തിന് വരെ ജാതി അധിക്ഷേപം നടത്തലും അന്നദാനത്തിൻ്റെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടലുണ്ടായി. ആ നവരാത്രി ആഘോഷത്തിന് ഇപ്പോൾ ഡാൻസ് കളിക്കാൻ പിള്ളേരുകൾ നമ്മുടെ അടുത്തുള്ള കുട്ടികൾ വന്നാൽ തന്നെ ആ പിള്ളേരുടെ ഇടയിൽ തന്നെ അവർ ചോനാണോ പുലയനാണോ നായരാണെങ്കിൽ മാത്രം സ്റ്റേജിൽ കയറ്റിയാൽ മതി, അതല്ലെങ്കിൽ സ്റ്റേജിൽ കയറ്റണം. ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ചോമാർക്ക് എന്താ അമ്പലത്തിൽ കാര്യം, പുലയന്മാരെന്തിനാ അമ്പലത്തിൽ ഡെയിലി വരുന്നുണ്ടല്ലോ. ഡെയിലി അമ്പലത്തിൽ വെച്ചാൽ അവർക്ക് അവരുടെ വിശ്വാസമാണ്, അത് നമുക്കൊന്നും പറയാനില്ല. ആ വിശ്വാസപ്രകാരം അവർ മുന്നോട്ട് പോകുമ്പോൾ അവർ എന്തിനാ പറഞ്ഞതെന്ന് നമുക്ക് ചോദിക്കണില്ല, നമുക്കൊന്നും പറയാനില്ല. തർക്കങ്ങളെ തുടർന്ന് മുൻ ഭരണസമിതിയെ പിരിച്ചുവിട്ട് NSS നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഭരണം നടത്തുന്നത്. ജൂൺ 1 ജോലിയിൽ നിന്ന് തന്നെ നിർബന്ധപൂർവ്വം ഇറക്കിവിട്ടുവെന്നും സത്യനാരായണൻ പറയുന്നു. അതേസമയം സത്യനാരായണനെതിരെ ഒരു തരത്തിലുള്ള അധിക്ഷേപവും നടത്തിയിട്ടില്ലെന്നാണ് ബീന കൃഷ്ണകുമാറിന്റെയും NSS കരയോഗം ഭാരവാഹികളുടെയും വിശദീകരണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ അപമാനിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങളിൽ ഒരു ഉദാഹരണം മാത്രമാണിത്. എന്നാൽ ജാതിവിരുദ്ധ സമരങ്ങളുടെ വലിയ പാരമ്പര്യമുള്ള ഇരിങ്ങാലക്കുടയിൽ നിന്നും തുടർച്ചയായി ഇത്തരം വാർത്തകൾ ഉണ്ടാകുന്നത് പുരോഗമന കേരളത്തിന് തന്നെ നാണക്കേടാവുകയാണ്. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.